RSS ഒന്നും മിണ്ടുന്നില്ലല്ലോ, BJP മിണ്ടുന്നില്ല. ഒരു ട്വീറ്റ് ഇറക്കിയിരുന്നു, ഒരു ട്വീറ്റ്. ഹൊസബാല. RSS അത് മാത്രം ഇറക്കിയാൽ മതിയോ? ഹൊസബാലയുടെ ഒരു ട്വീറ്റ് മതിയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ RSSനെ സംബന്ധിച്ച് എന്താണ് രാമക്ഷേത്രം? വരാൻ പോകുന്ന ഹിന്ദു രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമാണ്, അതിൻ്റെ ആസ്ഥാനമായ ഒരു പ്രതിഷ്ഠിത സ്ഥലമാണ്. അപ്പോൾ അത്രയും വലിയൊരു കൊള്ള അവിടെ നടന്നു കഴിയുമ്പോൾ ഹൊസബാലയുടെ ഒരു ട്വീറ്റ് മതിയോ? പോരാ. ഈ ട്രസ്റ്റ് രൂപീകരിക്കാൻ മുൻകൈ എടുത്ത് പ്രൈം മിനിസ്റ്റർ ഓഫീസാണ്, പ്രധാനമന്ത്രിയാണ്. അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് പൂജാരിമാരല്ല, പ്രധാനമന്ത്രി നേരിട്ട് നിന്നാണ്. മോദി എന്തെങ്കിലും പറഞ്ഞു അതിനെക്കുറിച്ച്? അപ്പോൾ ഇതിൽ വളരെ ഡെഫനിങ് സൈലൻസ് എന്ന് പറയാവുന്ന RSSൻ്റെയും BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. ആകെ ആവശ്യപ്പെടുന്നത് VHP മാത്രമാണ്. VHPയുടെ പഴയ നേതാക്കളും പുതിയ നേതാക്കളുമാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരും മിണ്ടുന്നില്ല. അപ്പോഴാണ് അതെന്തുകൊണ്ട് മിണ്ടാത്തതെന്ന് വെച്ചാൽ ഇത് വലിയ ഡാമേജ് ഈ സംഘപരിവാർ എക്കോസിസ്റ്റത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സംഘപരിവാർ കെട്ടിപ്പൊക്കി വന്ന അവരുടെ രാഷ്ട്രീയമായ അടിത്തറ തന്നെ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. കേവലം 2 സീറ്റിൽ നിന്ന് അവർ 82 സീറ്റിലേക്കും പിന്നീട് ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്കും 3 ടേം ഭരിക്കാനുള്ള അധികാരത്തിലേക്ക് എത്തിച്ചത് രാമക്ഷേത്രമാണ്. അതിൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് തൊട്ടുടനെ നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റുപോയി BJP. ആ ഇലക്ഷനിൽ UP അവർ പിന്നിലേക്ക് പോയി, സമാജ്വാദി പാർട്ടിയായിരുന്നു മുന്നിൽ. അതുമാത്രവുമല്ല, ആ ക്ഷേത്രത്തിൽ അവരുടെ ആൾക്കാർ തന്നെ കൊള്ള നടത്തി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയും സംഘപരിവാറിന് ഭയങ്കര ബുദ്ധിയാണ്, അവർ ഭയങ്കര പ്ലാനിങ് ആണ്, 100 വർഷത്തേക്ക് അപ്പുറത്തേക്ക് പ്ലാൻ ചെയ്യും, അത്രയും കുശാഗ്ര ബുദ്ധി ആളുകളാണ് സംഘപരിവാർ, RSS എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇവർക്ക് ബുദ്ധിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വലിയ ബുദ്ധിമാന്മാരല്ല അവർ. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ ഗുഡ് വിൽ തിരിച്ചു പിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആര് കട്ടാലും അവരെ നമ്മൾ പൂട്ടും എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കണം, യോഗി ആദിത്യനാഥ് പ്രഖ്യാപിക്കണം, പ്രധാനമന്ത്രി പ്രഖ്യാപിക്കണം, RSS മോഹൻ ഭാഗവത് പ്രഖ്യാപിക്കണം. ആരെ കട്ടാലും ഞങ്ങൾ പൊക്കിയിരിക്കും, ഇത് ഞങ്ങൾ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് അതിരൂക്ഷമായ വർത്തമാനം പറഞ്ഞാൽ മതി. അതായത് ഈ നമ്മുടെ ക്ഷേത്രത്തിൽ കയറി, നമ്മുടെ അഭിമാനമായ രാമക്ഷേത്രത്തിൽ കയറി കൊള്ള ചെയ്തവന്മാരെ വിടില്ല, അവരെ രാജ്യദ്രോഹികളായിട്ട് നമ്മൾ കണക്കാക്കുന്ന 4 ഡയലോഗ് ഇട്ടാൽ മതി. അതുപോലും പറയാനുള്ള മോറൽ പവർ അവർക്കില്ല. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക. അപ്പോൾ രാജ്യത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, ഇപ്പോൾ ഭീകരാക്രമണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? അങ്ങനെയെങ്കിലും പ്രതികരിക്കണ്ടേ? അത്രയും ഒരു ഇമോഷൻ കാണിക്കണ്ടേ? അതുപോലും കാണിക്കാറില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്. അവർക്ക് ആ ബുദ്ധിയില്ലായ്മ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള ധാർമ്മികമായ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. അതിനെപ്പറ്റി പറയാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോഴാണ് ഇത് വൻതോതിൽ ഡാമേജ് ഉണ്ടാക്കുന്നതെന്ന് കരുതുമ്പോഴാണ് VHP എന്ത് ചെയ്യുന്നത്? VHPയെ തന്നെ ഏൽപ്പിക്കുകയാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ VHP ഏൽപ്പിക്കുകയാണ്. VHP പറയുന്നു എന്നാൽ പിന്നെ പ്രതിപക്ഷത്തെ നേതാക്കളോട് ഇത് ആദ്യം വിളിച്ച് പറഞ്ഞ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവുമല്ലോ, അവരെയും ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് ഡാമേജ് കൺട്രോളിന് ശ്രമിക്കുകയാണ്. എന്തുമാത്രം ബുദ്ധിശൂന്യമായ വാദമാണത്. അത് ഫ്ലാഗ് ചെയ്ത് എങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, ഫ്ലാഗ് ചെയ്ത ആൾക്കാർ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? ഇനി ഈ SIT അന്വേഷണം തുടങ്ങി. SIT അന്വേഷണം തുടങ്ങിയിട്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് എത്ര പൈസ പോയിട്ടുണ്ട്, എത്ര പോയിട്ടുണ്ട്, ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. തിട്ടപ്പെടുത്തിയോ? പോയ പണം കണ്ടെത്തിയോ? ഇല്ല. ഇതിൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ വളരെ മന്ദഗതിയിലാണ്. കുറച്ച് പേർ അറസ്റ്റ് ചെയ്തു, അവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന ക്ലാസ് 4 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു, പൈസ ഏൽപ്പിച്ചിരുന്നത്. അവർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് അവിടെ നിന്ന് പണം മോഷ്ടിക്കുക എന്നുള്ളത്. അവർ സ്വന്തമായി അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് അവർ കൊണ്ടുപോയതാണ്. അല്ല, അത് ഉന്നതർ അറിഞ്ഞ് തന്നെ നടത്തിയിട്ടുള്ള കൊള്ളയാണ് അവിടെ നടന്നിട്ടുള്ളത്. കാരണം ഈ കൊള്ള നടക്കണം എന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യപ്പെട്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റർ ഫ്ലാഗ് ചെയ്തിരുന്നു, ഇവിടെ ഒരു കൃത്യമായ SOP ഇല്ല, പണം വരുന്ന സംഭാവന സ്വീകരിക്കാനും അത് ശേഖരിച്ച് വെക്കാനും കൃത്യമായ ഒരു SOP ഇല്ല, അത് വലിയ തോതിലുള്ള ക്രമക്കേടുകളിലേക്കും അഴിമതികളിലേക്കും വഴിവെക്കുമെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞതാണ്. എന്നിട്ട് അത് ശരിയാക്കിയില്ല. ശരിയാക്കാത്തത് എന്താണ്? അത് മോഷ്ടിക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കേവലം കീഴ് ജീവനക്കാർ, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരല്ല ഇത് മോഷ്ടിച്ചത്, അത് ഉന്നതരുടെ അറിവോടെയാണ്. ചമ്പത്രായി ആവാം, അതിന് മുകളിലേക്കാവാം, ട്രസ്റ്റിനകത്തും പുറത്തുള്ള ആൾക്കാരൊക്കെ ആവാം. എന്തുകൊണ്ടാണോ ഈ ട്രസ്റ്റ് അംഗങ്ങൾക്കെതിരെ ഇതുവരെ കേസ് എടുത്തിട്ടില്ലല്ലോ? എടുത്തോ? ചമ്പത്രായിക്കെതിരെ എടുത്തിട്ടില്ല. അവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു എക്സ് ഒഫീഷ്യോ അംഗമുണ്ട്, ഒരു IAS കാരൻ. അയാൾക്കെതിരെ കേസുണ്ടോ? അയാളെ എന്താണ് നിയോഗിച്ചത്? എന്തിനാണ് PM ഓഫീസിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവിന് ട്രസ്റ്റ് നിയോഗിക്കുന്നത്? അവിടെ മോഷണം നടക്കാതിരിക്കാനാണ്. അപ്പോൾ അയാൾക്ക് അറിവില്ലേ ഈ പൈസ മോഷണം പോയത്? ഇവരൊന്നും അറിയാതെ പൈസ മോഷ്ടിക്കപ്പെട്ടു. ഒരു പ്രാവശ്യം മോഷ്ടിക്കാം, 2 പ്രാവശ്യം മോഷ്ടിക്കാം, 2 ആഴ്ച മോഷ്ടിക്കാം. ഈ 4 കൊല്ലം തുടർച്ചയായിട്ട് മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇവരറിയാതെ? അപ്പോൾ ഇത് ഇവർക്ക് മനസ്സറിവുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ SIT ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒളിച്ചുകളിയാണ്. അതായത് ഇപ്പോൾ ഞങ്ങളെന്തോ ചെയ്തു, 8 പേര് അറസ്റ്റ് ചെയ്തു, ഞങ്ങളിത് എപ്പോൾ പിടിക്കുമെന്നുള്ള കാണിക്കലാണ്. അല്ലാതെ ഈ അന്വേഷണം ഒരിടത്തേക്കും പോയിട്ടില്ല, ഒരിടത്തേക്കും പോവുകയില്ല. പക്ഷേ ഇതുണ്ടാക്കിയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഡാമേജ് അടുത്ത വർഷം UP ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഇപ്പോൾ UP ഇലക്ഷനിൽ നിലവിൽ തന്നെ BJPയുടെ അവസ്ഥ പരിങ്ങലിലാണ്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി
ഇനി അത് തിരിച്ചു പിടിക്കാമെന്നാണ് അവരെന്തൊക്കെയോ ഇപ്പോൾ SIR ഒക്കെ നടത്തി കുറേ പേരെയൊക്കെ വോട്ട് വെട്ടി കളഞ്ഞു. യോഗിക്ക് ഇനി ഒരു ഭരണം കൂടി പിടിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇത് UP-യിൽ തന്നെ ഉണ്ടാക്കുന്ന തിരിച്ചടി വലുതാണെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാൻ, ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ, വാട്ട വോട്ടറി പറയാൻ അവരത് ശ്രമിക്കുകയാണ്. അത് വലിയ ബുദ്ധിശൂന്യതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.